മൂന്നാമത്തെ മസദ് സൂറത്തിന്റെ മൂന്നാമത്തെ ആയത്ത്. ശേഷം പിന്നെ അബൂലഹബ് പ്രവേശിക്കും, കടക്കും നാരൻ നരകത്തിൽ. ദാന്തലഹബിൻ ആടിക്കത്തൽ ഉടയ ഭീകരമായ നരകത്തിൽ പിന്നെ അബൂലഹബ് കടക്കാനുണ്ട്. അല്ലാഹുവിന്റെ ഖുർആനാണ്. അപ്പോ ആദ്യം ഇവ പറഞ്ഞ രണ്ടായത്ത് അത് ഭൂതകാലമാണ്, കഴിഞ്ഞു. കഴിഞ്ഞു പോകട്ടെ, അത് കഴിഞ്ഞ് അവന്റെ ദുന്യാവിന്റെ നാശങ്ങളൊക്കെ അവൻ അനുഭവിച്ചു, എല്ലാം കഴിഞ്ഞു. രണ്ടാമത് പറഞ്ഞതാണ് അവന്റെ അധ്വാനം, അവന്റെ സമ്പത്ത് അതൊന്നും അവനിക്ക് ഉപകരിക്കൂല, അതും കഴിഞ്ഞു, ഭൂതകാലം. ഇപ്പൊ പറയുന്നത് യസ്വല എന്ന് പറഞ്ഞാൽ അറബി ഗ്രാമറിൽ അതിൽ മുതാരി എന്ന് പറയും, മുസ്തഖ്ബിൽ, അതായത് ഇനി വരാനുള്ളത്. അതിലേക്ക് ഒരു സീൻ കൊടുത്താൽ സ എന്ന ഇഷ്ടം ഒരു പദമാണ്, സയസ്വല, പിന്നെ എന്നൊരർത്ഥം വരും. അപ്പോ ഭൂതകാലത്തിൻ്റെതൊക്കെ കഴിഞ്ഞു, ഇപ്പൊ പ്രസന്റ് ആണ്, ഇതിന് വരാനുള്ളതാണ്. ആ വരാനുള്ളതിൽ തന്നെ ഒരു സീൻ കൊടുത്താൽ പിന്നെ എന്നൊരർത്ഥം വരും. പിന്നെ കടക്കും, നരകത്തിൽ കിടക്കും. ഏത് നരകാണ്? അള്ളാഹു ഭയങ്കരമാണ്. അബൂലഹബിന്റെ ആ പേരിനൊത്ത ഒരു നരകത്തിന്റെ പേരാണ് ഇവിടെ കൊണ്ടുവന്നത്. അബൂലഹബ് അല്ലെ? അപ്പൊ ലഹബിന്റെ അർത്ഥം ആടിക്കത്തലാണ്. ആടിക്കത്തൽ ഉടയ നരകത്തിൽ പിന്നെ അബൂലഹബ് കിടക്കാനുണ്ട്. വ്യക്തമാണ്. ഖുർആനിന്റെ നസ്വായ ആയത്താണ് അബൂലഹബ് നരകത്തിലാണ്. ഇവിടെ ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിക്കുന്നത് ആരിലേക്കാണ്? അറബികളിലേക്കാണ്. അല്ലെ? അറബികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ നബക്കികൾ ഖുർആൻ ഓതിയാൽ അതിന്റെ അർത്ഥം പറഞ്ഞു തരണം, നമുക്ക് തീരും. അല്ലെ? നമ്മൾ മലയാളികളാണ്. അപ്പോ ഈ അബൂലഹബ്, അബൂജഹല്, ഉത്ബത്ത് പോലെന്ന് ആരാണ്? അറബി ഗ്രാമറിൽ അതിൽ കടിച്ചു കുടിച്ച് തേഞ്ഞവരാണ്. അവരിലേക്കാണ് അല്ലാഹു തആല ഈ ആയത്ത് ഇറക്കുന്നത്. അബൂലഹബ് അറബി പഠിച്ച മനുഷ്യരാണ്. അപ്പോൾ ഈ അബൂലഹബിന് എന്ത് ചിന്തിക്കാമായിരുന്നു? മുഹമ്മദിലേക്ക് പടച്ചവനെ ഇറക്കിയ ഈ ഖുർആനിനെ എനിക്ക് കളവാക്കണം. എങ്ങനെ? എന്നെ കുറിച്ച് നരകത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഷഹാദത്തിന് വലിയാലോ, അബൂലഹബാകുന്ന ഞാൻ ഷഹാദത്തിന് വലിയാലോ, ഞാനൊരു മുസ്ലിമായാലോ ഈ അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അത് കളവായില്ലേ? എന്നെ കുറിച്ച് നരകത്തിൽ തന്നെ പറഞ്ഞത്. ഞാൻ ഷഹാദത്തിന് വലിയ മുസ്ലിമായാലോ എനിക്ക് നരക പാടില്ലല്ലോ, ഞാൻ നരകത്തിലാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കാമായിരുന്നു ആയിക്ക് അബൂലഹബിൻ. പക്ഷേ അള്ളാഹ് ആരാണ്? അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്താണ്? അള്ളാഹ്ക്ക് മുൻകൂട്ടി അറിയില്ലേ ഈ മണ്ടൻ ഓൻ ഏത് അറബി ഗ്രാമത്തിലായാലും ഓന്റെ ഈ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും പടച്ച അള്ളാഹ്ക്ക് അറിയാം. ഈ മണ്ടൻ എന്ത് ഖുർആൻ ഇറക്കിയാലും ഓന്റെ തലച്ചോറ് പ്രവർത്തിക്കൂല എന്ന് മുൻകൂട്ടി അറിഞ്ഞ പടച്ചവനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഈ ആയത്ത് ഇറക്കി കൊടുക്കുന്നത്. ഈ അബൂലഹബ് ആടിക്കത്തുന്ന നരകത്തിലേക്ക് ഇനി കടക്കാനുണ്ട്. രണ്ട് കഴിഞ്ഞു, അവൻ കുഴഞ്ഞുപോയി, അവൻ നശിച്ചുപോയി. അവന്റെ മയ്യത്ത് പോലും ആളുകൾ അടുക്കാത്ത രൂപത്തിൽ, ആളുകൾ സാധാരണ മനുഷ്യർക്ക് പോലും ഒരു മരിച്ചാൽ നടത്തപ്പെടുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് പോലും മക്കക്കാര് വാപ്പ എന്ന് വിളിച്ചിരുന്ന അബൂലഹബിനെ കൊണ്ട് നടത്താൻ പറ്റിയില്ല. മയ്യത്ത് എറിഞ്ഞതാ, അവന്റെ മയ്യത്ത് ഏതോ മൃഗങ്ങളെ ഒന്ന് തിന്നുപോയതാ. എന്റെ അള്ളാഹു പറഞ്ഞതാ, അവന്റെ സമ്പത്ത്, അവന്റെ കോടികൾ അവനിക്ക് ഉപകരിച്ചതുമില്ല. ഇനി പറയാൻ പറ്റത് അവനിക്ക് വരുന്ന ലോകത്ത് നരകത്തിലാണ്. സൂറത്തുൽ മുൽക്ക്, ആ മുൽക്കിൽ ഈ ഒരു അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഇസൽ മസീർ ഇദാ ഉൽഖൂ ഫീഹാ സമീഉ ലഹാ ശദീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈദി കുല്ലമാ ഉൽഖിയ ഫീഹാ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. എന്തായി നരകത്തിന്റെ അവസ്ഥകൾ തന്നെ പറയുന്നത്? വലില്ലദീന കഫറൂ ബിറബ്ബിഹിം, റബ്ബിനെ കൊണ്ട് കാഫിരീങ്ങളായ, റബ്ബിനെ കൊണ്ട് സത്യം നിഷേധിച്ച ആളുകൾക്ക് അദാബു ജഹന്നം, ജഹന്നമാകുന്ന അദാബ് അവർക്കുണ്ട്. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ. ഇദാ ഉൽഖൂ ഫീഹാ, അതിലൊരു മനുഷ്യൻ ഇടപെട്ടാൽ സമീഉ, ആ നരകത്തിൽ അവർ കേൾക്കുന്നത് എന്താ? ശദീഖൻ വഹിയ തഫൂർ, ആടിക്കത്തുന്ന, മനുഷ്യരെ ഭീഷണിപ്പെടുത്തുന്ന, മനുഷ്യനെ പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഭയങ്കരമായ ശബ്ദങ്ങളും അട്ടഹാസങ്ങളും ആ നരകത്തിൽ കേൾക്കാറുണ്ടെന്ന
അതാണ് പറഞ്ഞത് രാഗം എന്ന് പറഞ്ഞാൽ ആണിക്കത്തൽ. ഇത് നമുക്കറിയാം, എവിടെയെങ്കിലും വലിയ ഒരു തീപിടിത്തണ്ടായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോംബെറിഞ്ഞാലും നമുക്ക് ഈ കാണുന്ന വീഡിയോകളൊക്കെ കാണുന്ന വരാം. അപ്പൊ അതിലൂടെ പ്രത്യേകമായി എണിച്ചു വരുന്ന പൊന്തി വരുന്ന ഒരു തീജ്വാല ഞങ്ങൾ കാണാറുണ്ട്. അതാണ് രാഗം എന്ന് പറഞ്ഞാൽ. ദുനിയാവിന്റേതല്ല, നരകത്തിന്റേതാണ്. അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. പടച്ചറബ്ബ് നമുക്ക് സലാമത്ത് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ധിക്കാരിയ, എന്തൊരു ലഅനത്താക്കപ്പെട്ട മനുഷ്യനാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ വ്യക്തമായി അബൂലഹബിനെ കൊണ്ട് കുറിച്ച് പറഞ്ഞു, അവൻ നരകത്തിലാ. കാരണം അത്രത്തോളം ഇസ്ലാമിനെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുസ്ലിമീങ്ങളെയും പ്രയാസപ്പെടുത്തിയ ഒരു ചങ്ങാതിയായിരുന്നു ആ ചങ്ങാതി. അതാണ് അള്ളാഹുവിന്റെ ഖുർആൻ, ഹിക്മത്തുള്ള ഖുർആൻ. അപ്പൊ ഈ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്, നമുക്ക് വ്യക്തമായിട്ട് അള്ളാഹും റസൂലും പറഞ്ഞ ആളുകളെ അല്ലാതെ നരകത്തിലാണെന്നോ സ്വർഗത്തിലാണെന്നോ പറയാൻ നമുക്ക് അവകാശമില്ലാത്തത്. അബൂലഹബ് എവിടെയാണ് നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഖുർആനിന്റെ നരകത്തിലാണ്. അല്ലാത്ത ആളുകളെ കുറിച്ച് ഓ നരകത്തിൽ ഓ സ്വർഗത്തിൽ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. 10 ആളുകളെ കുറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, അൻ അബീ ബക്കർ വഅൻ ഉമർ വഅൻ അലി വഅൻ ഉസ്മാൻ ബിൻ ഖറാബി سعد بن سعيد زبير طلحة وعلي عبيدة وابن عوف في العاشر الكرام. 10 ആളുകൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളാണ്. അല്ലെ, അവരെ കുറിച്ച് നമുക്ക് സിദ്ദീഖുകൾ സ്വർഗത്തിലാണെന്ന് പറയാം, ഓരോ സ്വർഗത്തിലാണെന്ന് പറയാം. അതല്ലാതെ മറ്റുള്ള ആളുകളെ കുറിച്ച്, മറ്റുള്ള വ്യക്തികളെ കുറിച്ച് ഓ നരകത്തിലും ഓ സ്വർഗത്തിൽ എന്ന് പറയാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇന്നത്തെ കാലം വരെയാണ്. ഒരാളുകൾക്ക് സ്വർഗത്തിലാണെന്ന് പുസ്തകം എഴുതുന്നവരാണ്. അല്ലെ, ഒരാളുകൾ ഓ സ്വർഗത്തിലോ നല്ല ചെയ്തിട്ടുണ്ട്, ഓ സ്വർഗത്തിലാണ്, ഗാന്ധിജി സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ മറ്റാള് സ്വർഗത്തിലാണ്. ഇതൊക്കെ തന്നെ സ്വർഗം കൊടുക്കട്ടെ. അല്ലെ, അതായത് നമ്മുടെ കയ്യിലുള്ളതല്ല, അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ്. അള്ളാഹു അല്ലെ, ചിലപ്പോ നമുക്കറിയില്ലല്ലോ, മരിക്കുന്ന സമയത്ത് ജീവിതം മുഴുവനും കുഫർ കൊണ്ട് നടന്ന ആളായിരിക്കും. അവസാന സമയത്ത് അള്ളാഹു താല ചിലപ്പോൾ ഈമാൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഈമാൻ കൊടുത്തിട്ടുണ്ട് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അയാളെ നിസ്കരിക്കാൻ പറ്റും. ഒരു കാഫിറായി നടന്ന ഒരു മനുഷ്യൻ അയാൾ ചത്തുപോയി, മരിച്ചുപോയി. ചിലപ്പോൾ അവസാന സമയം ചിലപ്പോൾ അയാൾക്ക് ഈമാൻ കൊടുത്തിട്ടുണ്ടാവും. നമുക്കറിയില്ല. നമുക്ക് അയാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. അയാൾ നരകത്തിലാണെന്ന് പറയാൻ പറ്റുമോ? സ്വർഗത്തിലാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇതാണ് വ്യക്തമായിട്ട് അബൂലഹബ് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. പറയാം അബൂലഹബ് നരകത്തിലാണ്. അല്ലെ, അബൂബക്കർ സിദ്ദീഖ് സ്വർഗത്തിലാണ് റസൂൽ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂലോ പറഞ്ഞ ആളുകൾക്കല്ലാതെ സ്വർഗവും നരകവും വിധിയെഴുതാൻ നമുക്ക് പാടില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ ഖുർആനിന്റെ ആയത്ത്. അത് പറഞ്ഞതാണ് നമുക്ക് പറയാൻ പറ്റും. അത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾ പറയും, ആഖിറത്തിൽ ആ രൂപത്തിലുള്ള ഭയാനകമായ അദാബ് അബൂലഹബ് അനുഭവിക്കാൻ ഉണ്ട്. അല്ലാഹു തആല നമുക്ക് ആ നരകത്തിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുമായി വസിയത്ത് ചെയ്തവർ, നമ്മിൽ നിന്ന് മരിച്ചുപോയവർ, അല്ലാഹുവേ ഇവർക്കൊക്കെയും നിന്റെ ആഭികരമായ ജഹന്നമാകുന്ന ലഹബാകുന്ന നരകത്തിൽ നിന്നിട്ട് സലാമത്ത് നൽകണേ അല്ലാഹ്. നിന്റെ ഫദ്ൽ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് പടച്ചവനെ, നിന്റെ മഹാന്മാർ, നിന്റെ മഹത്തുക്കൾ, നിന്നെ അനുസരിച്ചവർ, നിന്നെ കൊണ്ട് വിശ്വസിച്ചവർ, സ്വാധീനങ്ങൾ, മുത്തഖീങ്ങൾ, അവർക്കൊക്കെ നീ നൽകുന്ന ആ നിന്റെ ജന്നാത്തുൽ നഈം എന്ന സ്വർഗ്ഗം ഔദാര്യമായി ഞങ്ങൾക്കും പറയപ്പെട്ട ഓരോരുത്തർക്കും നീ നൽകണേ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയുടെ പരിസരത്ത് ദഫൻ ചെയ്യപ്പെട്ട നീ പൊരുത്തു കൊടുക്കണേ അള്ളാഹ്. നീ മൗഫിറത്ത് നൽകണേ അള്ളാഹ്. പടച്ചവനെ, നീയുള്ള ബർസഖിയായ ലോകം മുഴുവൻ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാക്കി കൊടുക്കണേ അള്ളാഹ്. എത്രയോ ആളുകൾ അടുത്തും ഒപ്പമായി നമ്മിൽ നിന്ന് മരിച്ചുപോയവരാ. നമ്മുടെ കുടുംബക്കാരും, നമ്മുടെ ഉസ്താദന്മാരും, നമ്മുടെ നാട്ടുകാരും, അയൽവക്കക്കാരും, ഞങ്ങളെ സഹായിച്ചവരും പടച്ചവനെ, അങ്ങനെ പലരും ഞങ്ങൾ ചിലപ്പോ മറന്നുപോയാലും നിനക്ക് മറവിയില്ലല്ലോ. ഖബറിന്റെ ഉള്ളിലുള്ള അവസ്ഥ നമുക്ക് അറിഞ്ഞില്ലെങ്കിലും നിനക്കറിയാമല്ലോ പടച്ചവനെ. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുമായി സദസ്സിലുള്ളവരുമായി പലരും പല രൂപത്തിലുള്ള ദുആ വസിയ്യത്ത് ചെയ്യുന്നവരാണ് പടച്ചവനെ. ആരൊക്കെ ഞങ്ങളുമായി ദുആ വസിയ്യത്ത് ചെയ്തോ അവരുടെ എല്ലാ ഹലാലായ നിയ്യാത്തുകൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബേജാറുകൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് രോഗം പിടിപെട്ട് പല ആളുകളും സഹോദരിമാരും മുഅ്മിനീങ്ങളും ദുആക്കാൻ വേണ്ടി പറഞ്ഞവരാ. പറഞ്ഞു ഹരീമാന്റെ പേരുള്ള 37 വയസ്സുള്ള ഒരു സഹോദരി വയറുവേദന കൊണ്ട് കടഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഞ്ചിന്റെ ഉള്ളിൽ ക്യാൻസർ, ചെറിയ 2 മക്കളുണ്ട്. പടച്ചവനെ, നീ ശിഫാഅ് നൽകുന്നോ, ശിഫാഅ് നൽകുന്നോ. ആ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ, മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് കാലം ആ 2 മക്കൾക്ക് ഉമ്മാ എന്ന് വിളിക്കാൻ ആ ഉമ്മാനെ ആഫിയത്തോടെ നീ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അതുപോലെയുള്ള ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സർവ്വ രോഗികൾക്കും നീ ശിഫാഅ് നൽകുന്നോ. ഹൃദയ രോഗം കൊണ്ട്, ഹാർട്ടിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ബേജാറായവർ, കിഡ്നിയുടെ പ്രശ്നം കൊണ്ട് ബേജാറായവർ,
നടുവേദന, മുട്ടുവേദന, ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വേദന, അള്ളാഹുവിനോട് കാതലിച്ചപ്പോഴും പണി വരാറുണ്ടായിരുന്നു. പടച്ചോനെ വലിയ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച ഡോക്ടർ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ ആ കുടുംബത്തിന്റെ വേണ്ട സഹായം നീ ചെയ്തു കൊടുക്കണേ അല്ലോ. ഓപ്പറേഷൻ നിർബന്ധമാണെങ്കിൽ അത് എളുപ്പമാകാനുള്ള സഹായം നീ ചെയ്തു കൊടുക്കണേ അല്ലോ. നമ്മുടെ സർവ്വ രോഗികൾക്കും നീ ശിഫാവും ആഫിയത്തും ആരോഗ്യവും സന്തോഷവും തന്നെ അനുഗ്രഹിക്കണേ അല്ലോ. വെറുതെ മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാർ അള്ളാഹുവെ അവർ ചെയ്യുന്ന ജോലി, അവരുടെ പ്രവർത്തനങ്ങൾ ആദ്യമൊക്കെയും വലിയ ബറക്കത്ത് നീ നൽകണേ അല്ലോ. വാഹനങ്ങളിൽ മറ്റും യാത്ര ചെയ്യുമ്പോ അപകടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലോ. ഞങ്ങൾക്കും നീ കാവൽ നൽകണേ അല്ലോ. പരിശുദ്ധമായി ഇവർക്ക് വേണ്ടി കരുതിയ ആളുകളുണ്ട്. അള്ളാഹുവെ അവരുടെ യാത്ര നീ വാഹനയാക്കണേ അല്ലോ. കുടുംബത്തിൽ ഒരുപാട് ഗർഭിണികളായ സഹോദരിമാരുടെ വീടുകളുണ്ട്. സമയമാകുമ്പോ അവർക്ക് നീ പ്രയാസമില്ലാത്ത പ്രസവം നൽകണേ അല്ലോ. മക്കളില്ലാതെ ബേജാറായ ആളുകൾക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലോ. നീ ജാപത്തുള്ളതാക്കണേ അല്ലോ. بحق سيدنا محمد صلى الله عليه وسلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.